ഈ പിണറായി വിജയനും പണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നപ്പോൾ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടി പോയ ബാഗ്. ആ ബാഗ് സ്കാൻ ചെയ്തപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞത്, ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് നോട്ട് കെട്ടുകളാണ്, കറൻസി ആണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാനും പിണറായി വിജയനൊക്കെ ചെയ്യുന്ന ഒരു പണിയാണല്ലോ, ഞങ്ങൾക്ക് പറ്റിയ ആളാണ് പിണറായി വിജയൻ എന്ന് സ്വപ്ന സുരേഷ് മനസ്സിലാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഭാരത് ജോഡോ യാത്ര ഇതിലെ കൂടെ നടന്നുപോയി. ഒരുപക്ഷെ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ഫാസിസത്തിനെതിരെയും വർഗീയതയ്ക്കെതിരെ നടന്ന ഏറ്റവും വലിയ പോരാട്ടം നടന്നുപോയി. അങ്ങനെ നടന്നുപോയപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ മതേതര കക്ഷികൾ ആ യാത്രയെ ഒരു വലിയ പോരാട്ടമായിട്ട് കണ്ടപ്പോൾ കേരളത്തിലൂടെ കടന്നുപോയ യാത്രയെ കണ്ടെയ്നർ യാത്രയെന്നും EMS ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും പൊറോട്ടയല്ല പോരാട്ടമാണ് പ്രതികാരം എന്ന് എഴുതി വെച്ച CPM-നെയും പിണറായി വിജയനെയും നരേന്ദ്രമോദി കണ്ടിട്ടുണ്ട്. അപ്പൊ നേരത്തെ സ്വപ്ന സുരേഷ് ചിന്തിച്ച പോലെ നരേന്ദ്രമോദി ചിന്തിച്ചു, എടാ ഇതിന് പറ്റിയ ആള് പിണറായി വിജയനാണ്, എൻ്റെ കൂട്ടിന്. കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതെയാക്കാൻ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ കൂട്ട് ഈ പറയുന്ന മതവിദ്വേഷവും അല്ലെങ്കിൽ വർഗീയതയും ഇല്ലാതെയാക്കി വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുടങ്ങണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയെ ഇത്രമാത്രം നിശിതമായി വിമർശിക്കുന്ന പിണറായി വിജയനാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് നരേന്ദ്രമോദി ചിന്തിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ? ഇവർ ഒരേ നിഘണ്ടു എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ VS അച്യുതാനന്ദൻ നിയമസഭയ്ക്കകത്ത് നടത്തിയ ഒരു പരാമർശം നമുക്ക് ഓർമ്മയുണ്ട്. അതാണല്ലോ പിന്നെ ഒരു പരിധിവരെ BJP എടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിരോധിക്കാൻ പറ്റിയത്. ഭാരത് ജോഡോയുടെ 2 യാത്രകളോടെ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ രാജ്യത്തിന്റെ മുഴുവൻ ജനഹൃദയങ്ങളിലും ഒരു പോരാട്ട വീര്യമുള്ള ഏറ്റവും വലിയ ഈ നാടിന്റെ ഓൾട്ടർനേറ്റീവായിട്ട് മാറി എന്ന് പറഞ്ഞപ്പോൾ BJP പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന ആ വാക്ക് നരേന്ദ്രമോദിയുടെ സുഹൃത്ത് എടുത്തുപയോഗിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി പറയാണ്, കൊള്ളാം, ഇത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യമുള്ള ആള്. ഇവര് 2 പേരും ഒരൊറ്റ നാണയത്തിന് 2 വശമല്ല, ഒരു വശമാണ്. ഒരേ നാണയത്തിന്റെ ഒരു വശമാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് ഈ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നാണ് സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറഞ്ഞല്ലോ, ഇല്ലേ? പിണറായി വിജയന്റെ മകളുടെ കമ്പനി നടത്തിയ അഴിമതിയെ കുറിച്ച് പറഞ്ഞല്ലോ നരേന്ദ്രമോദി. ഒരു നാണയത്തിന്റെ ഒരു വശമായ ആളുകൾ എങ്ങനെയാണ് പരസ്പരം അങ്ങനെ ആരോപിക്കുക? രാജു പി നായർ, പിണറായി വിജയന്റെ നാക്ക് പൊങ്ങി വശിച്ചു കാനെ അല്ലല്ലേ? ഞാൻ പറയാം എങ്ങനെ ആരോപിക്കാന്ന് ഞാൻ പറയാം. ഞാൻ ഇതൊന്ന് പൂർത്തിയായിച്ചോട്ടെ. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞത് 24 മണിക്കൂറും ഞാൻ നരേന്ദ്രമോദിയെയും BJP-ക്കെതിരെയും പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നോട് പോരാടാനാണ് പിണറായി വിജയന്റെ താല്പര്യം. അദ്ദേഹത്തിന്റെ ഓർമ്മ ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴൊക്കെ നടത്തിയവരുടെ പരാമർശം കൂടിയൊക്കെ ഉണ്ടാവുന്നേ. പിണറായി വിജയനെ നരേന്ദ്രമോദിയിൽ നിന്ന് അടർത്തി മാറ്റി കാണാൻ കഴിയില്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ പോലും കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുന്ന BJP-യുടെ നയം, ആ നയം കേരളത്തിൽ നടപ്പാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ RSSന്റെ അപ്രഖ്യാപിത മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനെതിരെ RSSനെതിരെ പോരാടുന്നത്, പിണറായി വിജയൻ RSSനെതിരെ പോരാടുന്ന ആളാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേതാവായി കാണുന്ന അദ്ദേഹം പാർട്ടിയായി കാണുന്ന പാർട്ടിയാണ് CPM. ആ CPM-മായി ഒരു സഖ്യമുണ്ടാക്കി പിന്നീട് അതിൽ തന്നെ ഒരു നേതാവിനെ കുറ്റപ്പെടുത്തി നിങ്ങൾ എങ്ങനെയാണ് BJP-ക്കെതിരെ പോരാട്ടം നയിക്കുന്നത്? ഇല്ല റാഷിദെ, ഞാൻ പറയാം, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇത്തരത്തിലുണ്ടാവും. ഞാൻ ചോദിച്ചത്, നരേന്ദ്രമോദിക്കെതിരെ പോരാടാൻ ആർജവമുള്ള പിണറായി വിജയൻ ആണെങ്കിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഒരക്ഷരം ആധികാരികതയോടെ ഉന്നയിച്ചപ്പോൾ മാത്യു കുഴൽനാടിനെതിരെ ക്ഷോഭിച്ച മുഖ്യമന്ത്രി കണ്ടില്ലേ? എന്തേ നരേന്ദ്രമോദിക്കെതിരെ പ്രസ്താവന ഇറക്കാൻ പിണറായി വിജയന്റെ മുട്ടുവടയ്ക്കുന്നത്? എന്താ പിണറായി വിജയന്റെ മുട്ടു കൂട്ടിയിടിക്കുന്നത്? ഒരക്ഷരം വേണ്ടിയോ? ഷിജുഖാനോട് ഞാൻ ചോദിക്കുന്നു, ഡൽഹിയിൽ പോയിട്ട് ടാക്സിന്റെ കാര്യം പറഞ്ഞ് സമരം ചെയ്തതല്ല, സ്വന്തം മകൾക്കെതിരെയും സ്വന്തം ഓഫീസിനെതിരെയും വസ്തുതകളില്ലാതെ നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞത് കള്ളമാണ്, നിങ്ങൾ മാപ്പ് പറയണം എന്ന് പറഞ്ഞൊരു വക്കീൽ നോട്ടീസ് അയക്കാനുള്ള ധൈര്യമെങ്കിലുണ്ടോ? പകരം ഒരു TV അഭിമുഖത്തിന് പോലും നിന്നും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്താൻ കഴിയാത്തവരാണ്. പിന്നെ റാഷിദ് ചോദിച്ച ചോദ്യം, ഞങ്ങൾക്ക് CPM-നോടല്ല ദേശീയ തലത്തിൽ വിരോധം. ഞങ്ങൾ CPM-നോട് ദേശീയ തലത്തിൽ വിരോധമുണ്ടെങ്കിൽ രാജസ്ഥാനിൽ ഇവരെ ഞങ്ങൾ കൂടെ കൂട്ടില്ലായിരുന്നു. പശ്ചിമ ബംഗാളിലെ പോട്ടെ, പ്രത്യേകമല്ല ഒരു രീതിയാന്ന് നോക്കാം. തമിഴ്നാടിൽ ഞങ്ങൾ കൂട്ടുകൂടില്ലായിരുന്നു. ഇനി കുറച്ചു വർഷങ്ങൾക്ക് മുന്നിലേക്ക് പോകൂ. സീതാറാം യെച്ചൂരിയെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് രാജ്യസഭാ നോമിനിയാക്കി കൊണ്ടുവരാൻ കോൺഗ്രസ് നിരുപാധിക പിന്തുണ വോട്ടുകൾ കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്.
ഞങ്ങൾ CPM-നോട് ദേശീയ തലത്തിൽ ഞങ്ങളോടൊപ്പം നിർത്തി പോകാനാണ് താല്പര്യം. കേരളത്തിൽ 10 വോട്ട് ഏറെ കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യമേ ഉള്ളൂ. എങ്ങനെയാ പിണറായി വിജയൻ CPM ആവുന്നത്? എങ്ങനെയാ പിണറായി വിജയൻ ഇടതുപക്ഷമാവുന്നത്? അല്ല, എങ്ങനെയാ പിണറായി വിജയൻ ഇടതുപക്ഷം വന്ന ആശയപരമായ പോരാട്ടമാണെങ്കിൽ വർഗീയതര അപ്പോസ്തലനായ നരേന്ദ്രമോദിയുടെ ദത്തുപുത്രനായിട്ടുള്ള പിണറായി വിജയനെ നരേന്ദ്രമോദിയുടെ ഒപ്പം കൂട്ടി തന്നെ പോരാടും, ഒരു സംശയവും വേണ്ട. അഴിമതിയുടെ കാര്യത്തിലാണെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി നിർത്തി മകളുടെ പേരിൽ ഒരു പോരാട്ടമില്ല. മുഖ്യമന്ത്രിയാണ് CPM-ന്റെ പോരാട്ട നായകൻ. അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിയാണ് നിങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. അവിടെ നിങ്ങൾ ഇപ്പൊ ഇവിടെ വോട്ട് ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒറ്റ തിരിച്ച് ആക്രമിക്കുന്നത് ജനം തിരിച്ചറിയുമെന്ന ബോധമില്ലേ ശ്രീ രാജു പി നായർ? റാഷിദ്, ഞാനും റാഷിദ് എത്രയോ നാളായിട്ട് ചർച്ച നടത്തുന്നു. ഞാൻ പിണറായിനെ CPM എന്ന് വിളിക്കാറില്ല. അയാൾ പിണറായിസ്റ്റാണ്. ഈ കേരളത്തിലെ CPM എന്ന് നിൽക്കുന്ന പിണറായിസ്റ്റുകളാണ്. ഇടതുപക്ഷം എന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശം? നേരത്തെ ഭാരത് ജോഡോ യാത്ര നടന്നപ്പോ പൊറോട്ടയല്ല പോരാട്ടമാണ് പ്രതിരോധം എഴുതി വെച്ചത്. എന്തിന്റെ പേരിലായിരുന്നു? അന്ന് CA-യുടെ തെരഞ്ഞെടുപ്പ് പ്രത്യേകത ഉണ്ടായിരുന്നു. ഷിജു ഖാൻ ഇവിടെ പറയുകയാണ്, നരേന്ദ്രമോദി പറയുന്നതിനെല്ലാം ഒന്നും പിണറായി വിജയൻ പറയില്ല. 2 മാസം മുമ്പാണ് വന്നിട്ട് ആ ഓഫീസിനെ കുറിച്ച് ചീത്ത വിളിച്ചിട്ട് പോയത്. നാവ് പൊങ്ങിയിട്ടില്ല. അവിടെ മേശക്കടിയിൽ ഒളിക്കുകയാണ് നരേന്ദ്രമോദിന്റെ പേര് കേൾക്കുമ്പോ. മകൾക്കെതിരെ മാത്യു കുഴൽനാടൻ ആധികാരികമായി രേഖകൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ ആരോട് ഉന്നയിച്ചപ്പോ എന്തൊരു പൊട്ടിത്തെറിയായിരുന്നു. എന്റെ അമ്മോ, നമ്മളൊക്കെ വിചാരിച്ചില്ല ഇപ്പൊ തന്നെ അച്ഛൻ അങ്ങോട്ട് മകൾക്കെതിരെ അങ്ങോട്ടേക്ക് ആഞ്ഞു യുദ്ധം ചെയ്യാറുള്ളത്. എന്താ നരേന്ദ്രമോദി മോൾക്കെതിരെ പറഞ്ഞിട്ട് മിണ്ടാത്തതെന്ന ചോദ്യത്തിന് ഷിജു ഖാൻ മറുപടി പറയാൻ പറ്റുന്നില്ല. കടന്ന് തപ്പി തള്ളുകയാണ് ഇവിടെ കിടന്ന്. മനസ്സിലായില്ലേ? ഇത് ഷിജു ഖാനെ, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെ പോയി സീതാറാം യെച്ചൂരിയോട് ചോദിക്കണം. കേരളത്തിലെ പിണറായിസ്റ്റുകൾ CPM-നോട് ചോദിക്കണം. രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ നിങ്ങൾ അവിശ്വസിക്കുന്നുണ്ടോ എന്ന് CPM-നോട് ചോദിക്കണം. നിങ്ങൾ CPM അല്ല ഷിജു ഖാൻ, നിങ്ങൾ വെറും പിണറായിസ്റ്റുകളാണ്. ആ പിണറായി തീവ്ര വലതുപക്ഷത്തിന്റെ നരേന്ദ്രമോദിയുടെ മടിയിലിരിക്കുന്ന ആളാണ്. നരേന്ദ്രമോദി ചെയ്യുന്ന സെറ്റിൽമെന്റുകളുടെ ഏറ്റവും വലിയ വക്താവാണ് പിണറായി വിജയൻ. ശിവശങ്കർ ഇവിടെ പറയുകയാണ്, ഞങ്ങൾ സമയം നോക്കിയല്ല അന്വേഷണം നടത്തുന്നത്, ഞങ്ങൾ പ്രസ്താവന കൊടുക്കൂ, എഴുതി കൊടുക്കൂ. ഞങ്ങൾ എന്താ പ്രതിപക്ഷ പാർട്ടികൾ എഴുതി കൊടുത്തിട്ട് വേണോ ചോദ്യം ചോദിക്കാൻ? ശിവശങ്കർ സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയണം. നിങ്ങൾ തട്ടിത്തടഞ്ഞു പോകരുത്, നിങ്ങൾ പറയാതെ പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്നു മുതലാണ് വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയത്? 2019 ഇൻകം ടാക്സ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വീണ വിജയനെതിരെ അന്വേഷണം നടത്തി. 2021 ജനുവരിയിൽ വീണ വിജയനെതിരെ ED-യുടെ അന്വേഷണം തുടങ്ങി. എന്തുകൊണ്ടാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ അന്വേഷണ ഏജൻസിയായ ED വീണ വിജയനെ എതിരെ അന്വേഷണം ആരംഭിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് പുറത്തു പറഞ്ഞില്ല? ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ആ അന്വേഷണം പുറത്തു പറഞ്ഞില്ല? ശ്രീ ശിവശങ്കരൻ, അങ്ങയുടെ സുഹൃത്ത്, അങ്ങയുടെ സഹപ്രവർത്തകൻ ഒരു ചാനലിൽ നമ്മുടെ ശ്രീ S. സുരേഷ് പറഞ്ഞത്, ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വന്നു. ഇനി 2021 ശേഷം 2023 വരെ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പിലാണ് മകൾക്കെതിരെ FIR ഇട്ടത്. ഒരു FIR പോലും ഇടാതെ ED ആ കേസിന് മുന്നിൽ അടയിരുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ എന്തും ചെയ്യുന്ന പോട്ടെ, നിങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നു എന്ന് BJP എന്തുകൊണ്ട് പറഞ്ഞില്ല? രണ്ടാമത്തെ ചോദ്യം, ഇന്ന് മാസപ്പടി അന്വേഷണത്തിന് ആധാരമായിട്ടുള്ള ജൂൺ 2023 ഇൻകം ടാക്സ് സെറ്റിൽ ബോർഡിന്റെ വിധി, ആ വിധി വന്നതിന് ശേഷം 4 മാസങ്ങൾക്ക് ശേഷം മനോരമയാണ് ആ വിധി പുറത്തു കൊണ്ടുവന്നത്. എന്തുകൊണ്ട് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ പിണറായി വിജയനെതിരെ പേരെടുത്ത് റെഫറൻസ് ഉള്ള അന്വേഷണ റിപ്പോർട്ട് BJP എന്തുകൊണ്ട് CPM-നെതിരെ ആയുധമാക്കിയില്ല? ശിവശങ്കരൻ, നിങ്ങൾക്ക് രാഷ്ട്രീയ മര്യാദ ഉണ്ടെങ്കിൽ, ആർജവം ഉണ്ടെങ്കിൽ വളരെ രാഷ്ട്രീയ ആയുധമാക്കണം. റാഷിദ്, BJP അത് ആയുധമാക്കണ്ടേ? BJP അത് പറയണ്ടേ? കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം പറയണ്ടേ? അപ്പൊ ഈ കേസിൽ മാത്രം എന്താ വ്യത്യസ്തത? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് കേജ്രിവാളിനെ അവിടെ വിട്, നിങ്ങൾ കേജ്രിവാളിനെ അവിടെ വിട്.
കേജ്രിവാളിനെതിരെ സമൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് മകൾക്കെതിരെ ഇഡിയുടെ അന്വേഷണം 3 വർഷമായിട്ട് നടന്നിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ടെന്ന് BJP പറഞ്ഞില്ല? എന്റെ ചോദ്യം അതാണ്. നിങ്ങൾ ചോദ്യം ചെയ്യലൂടെ, അറസ്റ്റ് ചെയ്യലൂടെ, മറ്റെല്ലാം വിട്, എന്തുകൊണ്ട് ഇതുപോലും പറഞ്ഞില്ല? ശരി, ആ ചോദ്യം ഷിജു ഖാൻ ഈ ചർച്ചയിൽ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ്: നരേന്ദ്രമോദി ഞങ്ങളുടെ കിറുക്കിട്ട് തോണ്ടിയാലും ഞങ്ങൾ ഒരു അക്ഷരം വേണ്ടൂല, തല ഞങ്ങളുടെ അങ്ങയുടെ ആരോപണ പ്രത്യാരോപണത്തിന് ഇനി സമയം ഇന്നില്ല. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല.